കാരണം അതിന് തൊട്ട് മുമ്പ് ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടെ ഒരു ത്രികോണ മത്സരം, സൗഹൃദ മത്സരം നടന്നു. കേരളത്തിൽ സൗഹൃദ മത്സരം എന്നും പറഞ്ഞ് മാണിസാർ ഓമന പേരിട്ട ഒരു മത്സരം നടന്നു. ജോസ് കെ മാണി വിഭാഗം ഇടതുപക്ഷത്തേക്ക് പോയപ്പം അവരുടെ വത്തിക്കാണെന്ന് അവർ സ്വയം ക്ലെയിം ചെയ്യുന്ന കടുത്തിരുത്തി, അവർ പറയുന്ന പാലായേക്കാൾ ശക്തി ഞങ്ങൾക്ക് കടുത്തിരുത്തി എന്നാണ് പറയുന്നത്. ആ നിയോജക മണ്ഡലത്തിൽ ആ ഒരു ഇടത് തരംഗത്തിലും ജോസ് കെ മാണി നിർത്തിയ രണ്ടില ചിഹ്നത്തെ പരാജയപ്പെടുത്തി മോൻസി ജോസഫ് അവിടെ ട്രാക്ടർ ചിഹ്നത്തിൽ ഈ പറയുന്ന വോട്ടിന് വിജയിച്ചെങ്കിൽ അത് എന്താണ് കടുത്തിരുത്തി മോൻസി ജോസഫിനും, എന്താണ് മോൻസി ജോസഫിനെ കടുത്തിരുത്തിയും. ഓ ലൂക്കോസാണ് മത്സരിക്കുന്നത് എന്ന കാഴ്ചപ്പാട് കെ കെ ജോസഫ് CPM-ന്റെ ഡബിൾ സ്ട്രോങ് ആവുന്നു. ഓ ലൂക്കോസ് ആണെങ്കിൽ സീറ്റ് കൊടുക്കാൻ ഒരു കാരണവശാലും പറ്റില്ല, ഞാൻ തന്നെ നിൽക്കുമെന്ന് അദ്ദേഹം പറയുന്നു. കടുത്തുരുത്തി ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് നിൽക്കുന്ന സ്ഥിതി വന്നപ്പോൾ ചർച്ച LDF-ൽ ധാരണയാക്കാൻ പറ്റുന്നില്ല. അവസാനം തീരുമാനിച്ചു എല്ലാവരും നോമിനേഷൻ കൊടുക്കാം. കടുത്തിരുത്തിക്കാർക്ക് എന്താണ് മോൻസി ജോസഫ് എന്നുള്ളതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഫലത്തിലുണ്ട്.